യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ബുദ്ധിയെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സുകൾക്ക് അവിടുന്ന് പ്രകാശം നൽകണമേ. ലോക കാര്യങ്ങളിൽ വ്യഗ്രചിത്തമായിരിക്കുന്ന മനസ്സുകളെ അവിടുന്ന് ഇപ്പോൾ ശാന്തമാക്കണമേ. കലങ്ങി മറിഞ്ഞു കിടക്കുന്ന മനസ്സുകളെ അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. അന്ധകാരത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ യേശുവേ അവിടുന്ന് ഇപ്പോൾ തൊട്ട് വിടുവിക്കണമേ. പിശാചിന്റെ പീഡയിലിരിക്കുന്നവരെ പിതാവേ, പുത്രൻ നാമത്തിൽ ഇപ്പോൾ അഴിച്ചുവിടണമേ. ഈ വചന ശുശ്രൂഷ അനേകർക്ക് അത്ഭുത വിടുതലിന്റെ അഭിഷേകമായി പിതാവെ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ ദൈവമക്കൾക്ക് എതിരായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ കോട്ടകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർക്കുന്നു, നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സന്ധ്യാ പ്രാർത്ഥനയെക്കുറിച്ചാണ്, കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമല്ല, അവർക്ക് കുടുംബ പ്രാർത്ഥന ആത്മീയ ബന്ധനമായി മാറുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നിരവധി വ്യക്തികൾ അവരുടെ ആത്മീയ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ദുഃഖകരമായ സത്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുറംതിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയൊരു വെളിപാടുണ്ട്. പല കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നതും, കുടുംബ പ്രാർത്ഥന ചെയ്യുന്ന കുടുംബങ്ങളിൽ അത് ശരിയാവണ്ണം ചെയ്യാത്തതും ദൈവത്തിന് അനിഷ്ടകരമാകുന്നുവെന്നും അത് അവരുടെ ആത്മീയ ജീവിതത്തിലെ ഒരു ബന്ധനമായി തന്നെ രൂപാന്തരപ്പെടുന്നുവെന്നും എനിക്ക് ദൈവികമായൊരു ബോധ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തെക്കുറിച്ചാണ് തിരുവചന പ്രകാരം തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം ശ്രവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ചിന്തയുണ്ട്. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയാലും കുഴപ്പമില്ല. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയെന്ന് വിചാരിച്ച്, ഞാൻ ഒരാൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയില്ലെന്ന് വിചാരിച്ച്, ഞാൻ ഒരാൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടിയില്ലെന്ന് വിചാരിച്ച് എന്താണ് ദോഷം? മറ്റു ചിലർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, സന്ധ്യാപ്രാർത്ഥനയല്ലേ, അതൊക്കെ എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് ചെയ്യാം, ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനുശേഷം നമുക്ക് സന്ധ്യാപ്രാർത്ഥന ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും ദൈവമക്കളെ പിശാച് കഠിനമായി ബന്ധിക്കുന്ന മേഖലകൾ, ചിന്താമണ്ഡലങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിലെ ഒരു സംഭവത്തെ ആസ്പദീകരിച്ചാണ് ഈ ചിന്ത നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ദൈവം ദൈവജനത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്ന് വളരെ വേദനയോടെ തന്റെ പ്രിയപ്പെട്ട ജനത്തെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു. ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? ദൈവത്തിന്റെ പ്രിയ ജനത്തിന്റെ മധ്യത്തിൽ വന്ന് ചോദിക്കുകയാണ്. ഉടനെ ആ ജനം ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് അങ്ങേക്ക് പ്രകോപനപരമായി ചെയ്തത്? ഞങ്ങൾ ബലിയർപ്പിക്കുന്നില്ലേ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. ഉടനെ അവർ ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ അശുദ്ധമാക്കുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ
എന്റെ ബലിപീഠത്തെ നിസാരം എന്ന് കരുതി. അപ്പോൾ വീണ്ടും അവർ ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ ബലിപീഠത്തെ നിസാരം എന്ന് കരുതിയത്? അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, മുടന്തുള്ളതിനെയും കാഴ്ചയില്ലാത്തതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? നിങ്ങളുടെ ഭരണാധിപന്മാർക്ക് അതുപോലെ നിങ്ങൾ സമർപ്പിച്ചാൽ ആ കാഴ്ചയിൽ അവർ പ്രസാദിക്കുമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ പ്രകാശിപ്പിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും പഴയ നിയമത്തിൽ ഒരുപാട് വഴികളും രീതികളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ദഹനബലി അർപ്പിക്കുക. ഊനമറ്റ ഒരു കാളക്കിടാവിനെ, ഊനമറ്റ ഒരു മുട്ടാടിനെ, ഊനമറ്റ ആടുമാടുകളെ കൊണ്ടുവന്ന് ബലിപീഠത്തെങ്കിൽ ദഹനബലി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ആരാധന രീതിയായിരുന്നു. ആദ്യത്തെ ഉണർവുള്ള തലമുറ കഴിഞ്ഞപ്പോൾ ഉണർവില്ലാത്തതും ആത്മീയത കെട്ടുപോയതുമായ പുത്തൻ തലമുറ പകൽ വെളിച്ചം കാണുകയും ജീവിതം ഏറ്റെടുക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഇതിന് പ്രസക്തിയുള്ളതായി അവർക്ക് തോന്നിയില്ല. അപ്പോൾ അവർക്ക് ഇതൊരു ചടങ്ങ് മാത്രമായി മാറി. അപ്പോൾ കുടുംബത്തിൽ കണ്ണ് കാണാത്തതും നടക്കാൻ ജീവനില്ലാത്തതും കുളമ്പില്ലാത്തതും കാതില്ലാത്തതും 5 പൈസയ്ക്ക് ഉപകാരമില്ലാത്തതുമായ ചാവാലി മൃഗങ്ങളെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിക്കാൻ തുടങ്ങി. വീട്ടിൽ പ്രയോജനമില്ലാത്ത, നമുക്ക് നഷ്ടമില്ലാത്ത, കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും മുടന്തുള്ളതും രോഗം ബാധിച്ച മൃഗങ്ങളെ കൊണ്ടുവന്ന് ഈ ബലിപീഠത്തിങ്കൽ ബലിയർപ്പിച്ചു. അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു, നിങ്ങൾ മലിനമായ ഭക്ഷണം എന്റെ ബലിപീഠത്തിങ്കൽ അർപ്പിക്കുന്നു. ഇവർ ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ മലിനമാക്കിയത്? നിങ്ങൾ എന്റെ ബലിപീഠത്തെ നിസ്സാരം എന്ന് കരുതി. പ്രൈസ് ദി ലോർഡ്. ഈ പാപം ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഈ പാപം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അരങ്ങേറുന്നുണ്ടോ? ഈ പാപം ഇന്ന് എന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കുന്ന, എന്റെ ദൈവത്തിന്റെ അർച്ചനയെ മലിനമാക്കുന്ന, എന്റെ ദൈവത്തിന്റെ ബലിപീഠത്തെ നിസാരമെന്ന് കരുതുന്ന, ദൈവത്തിനുള്ളത് നിസാരമെന്ന് കരുതുന്ന ഈ പാപം, 2ാം പ്രമാണ ലംഘനം ഇന്ന് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ വംശത്തിൽ, എന്റെ തലമുറയിൽ ഉണ്ടോ? സന്ധ്യാപ്രാർത്ഥനയുടെ കാര്യം തന്നെ എടുക്കുക. എങ്ങനെയാണ് സന്ധ്യാപ്രാർത്ഥനയെ കുറിച്ച് നമ്മുടെ മനോഭാവം? ഏത് സമയമാണ് സന്ധ്യാപ്രാർത്ഥന നമ്മൾ കൊടുക്കുന്നത്? സന്ധ്യാപ്രാർത്ഥന കുടുംബത്തിൽ നടക്കുമ്പോൾ എന്റെ മനോഭാവം അതിനെക്കുറിച്ച് എന്താണ്? 2 തരത്തിൽ ഈ മേഖലയിൽ നമ്മൾ പാപം ചെയ്യുന്നു. ഒരു കൂട്ടർ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഭവനത്തിലേക്ക് വരുന്നില്ല. അവർ അങ്ങാടികളിൽ തങ്ങുന്നു. അവർ റോഡുകളിലും കടകളിലും കടത്തിണ്ണകളിലും കലുങ്കുകളിലും ചുറ്റിക്കൂടിയിരുന്ന് അവരുടെ അളിഞ്ഞ കൂട്ടുകെട്ടുകളുമായി വർത്തമാനം പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥന തീരുന്നത് വരെ അവർ അങ്ങാടിയിൽ തങ്ങുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വലിയ ഒരു തെറ്റാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ അശുദ്ധമാക്കുന്ന വലിയൊരു തെറ്റാണിത്. ഇത് ദൈവത്തിന്റെ അനിഷ്ടം വിളിച്ചു വരുത്തുന്ന ഒരു പാപമാണ്. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലെത്തണം. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണം. റോട്ടിൽ തങ്ങി നിൽക്കരുത്. അവസാനത്തിനാകാൻ വേണ്ടി നിൽക്കരുത്. ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പഠിപ്പിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ. തക്ക സമയത്ത് പോവുക, അവസാനത്തവനാകരുത്. വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് നീ ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്റെ മകനെ, നീ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. പകൽക്കാലം മുഴുവനും, ആ ദിവസം മുഴുവനും നിനക്ക് ആയുസ് നൽകി, നിനക്ക് ആരോഗ്യം നൽകി, നിനക്ക് ശക്തി നൽകി, നിനക്ക് ജോലിക്ക് അവസരം നൽകി, നിനക്ക് വിശപ്പും ദാഹവും നൽകി, നിനക്ക് സംരക്ഷണം നൽകി, നിനക്ക് പകൽ ചൂടും തണുപ്പും നൽകി, നിനക്ക് വെയിലും തണലും നൽകി. നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച നിന്റെ സ്രഷ്ടാവിനെ സ്തുതിക്കാനും നന്ദി പറയാനും ആരാധിക്കാനും ആലോചന ചോദിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സമയമായി സന്ധ്യാസമയത്തെ നീ അഭിഷേകം ചെയ്ത് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒന്നും കൂടെ നമുക്ക് ശ്രവിക്കാം. തക്ക സമയത്ത് പോവുക, അവസാനത്തവനാകരുത്. വേഗം വീട്ടിൽ പോവുക. നീ റോട്ടിൽ തങ്ങി നിൽക്കരുത്. നീ കടയിൽ തങ്ങി നിൽക്കരുത്. നീ അങ്ങാടിയിൽ തങ്ങി നിൽക്കരുത്. ഈ പ്രവൃത്തിയിൽ നിനക്ക് ദൈവത്തിന്റെ പിന്തുണ ഇല്ല. ദൈവം അത് അംഗീകരിക്കുന്നില്ല.
ഈ പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടകരമാണ്. ദൈവത്തിന് പ്രീതികരമായ വഴിയാണ് വചനം പഠിപ്പിക്കുന്നത്. നീ വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. നീ അവിടെ ചെന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷിക്കുക. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ നീ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്ധ്യാസമയം സ്തുതികളും പ്രാർത്ഥനകളും ആരാധനകളും കുടുംബത്തിൽ നിന്ന് ഉയരുന്ന ദൈവിക ഗീതങ്ങൾ, കുടുംബത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ, കുടുംബത്തിൽ നിന്ന് ഉയരുന്ന ദൈവാരാധനയുടെ സമയമായി സന്ധ്യാസമയങ്ങൾ കുടുംബത്തിൽ മാറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇനി ഈ മേഖലയിൽ ഒരു കുടുംബത്തിൽ സംഭവിക്കാവുന്ന രണ്ടാമത്തെ തെറ്റാണ് സന്ധ്യാപ്രാർത്ഥന. കുടുംബത്തിൽ വീട്ടിൽ വന്നാലും തക്ക സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചെയ്യാതിരിക്കുക. അത് പിന്നെയാകട്ടെ, അത് പിന്നെയാകട്ടെ, അത് പിന്നെയാകട്ടെ എന്ന് നീക്കി വെക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിപ്പോ കുറച്ചും കൂടെ സമയം കഴിഞ്ഞില്ല, ഇപ്പോൾ ഒരു സ്പോർട്സ് കാണണം, ഇപ്പോൾ ഫുട്ബോൾ കളി കാണണം, ഇപ്പോൾ ടിവിയിൽ ഒരു സിനിമയുണ്ട് അത് കാണണം, ഇപ്പോൾ ഒരു സീരിയലുണ്ട് അത് കാണണം, ഇപ്പോൾ ന്യൂസ് ഉണ്ട് അത് കാണണം, ഇപ്പോൾ ഒരു കുറച്ചു പേർക്ക് ഫോൺ വിളിക്കാനുണ്ട് അത് ചെയ്യണം, ഇപ്പോൾ പഠിക്കാനുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, ഇപ്പോൾ അടുക്കളയിൽ ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, ഇപ്പോൾ എനിക്ക് പലരെയും കാണാനുണ്ട് എല്ലാവരെയും കണ്ടു കഴിഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കുള്ള ജോലികളെല്ലാം ചെയ്ത്, നമുക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, എല്ലാം ചെയ്ത് അവസാനം, ഏറ്റവും അവസാനം ആർക്കും വേണ്ടാത്ത ക്ഷീണം കൊണ്ട് മൂടിയ, തളർച്ച കൊണ്ട് മൂടിയ, ഉറക്കം തൂങ്ങുന്ന അവസാനത്തെ അരമണിക്കൂർ സമയം എങ്ങനെയെങ്കിലും അങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന് ഉറക്കം തൂങ്ങിയിരുന്ന് മുക്കിയും മൂളിയും മുരടിയും പ്രാർത്ഥിച്ച് അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങ് പ്രാർത്ഥനയായിട്ടാണോ സന്ധ്യാപ്രാർത്ഥന ഇന്ന് നിന്റെ കുടുംബത്തിൽ ആയിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. എങ്കിൽ ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു, നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. പ്രാർത്ഥിച്ച് നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. കാരണം പ്രധാനപ്പെട്ട സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. പ്രധാനപ്പെട്ട സമയം നിങ്ങൾ നിങ്ങളുടെ വഴികളിലൂടെ നടന്നു. എന്നിട്ട് ആർക്കും വേണ്ടാത്ത, നിങ്ങൾക്ക് 5 പൈസയ്ക്ക് നഷ്ടമില്ലാത്ത, തൂങ്ങി ക്ഷീണിച്ച് മടുത്ത് തളർന്ന് ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയം ചടഞ്ഞുകൂടിയിരുന്ന് ഒരു പ്രാർത്ഥന, ഒരു ചടങ്ങ് പ്രാർത്ഥന, ആർക്കാനും വേണ്ടി ഒരു പ്രാർത്ഥന. നിങ്ങൾ എന്റെ ബലിപീഠത്തെ മലിനമാക്കുന്നു, നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. കാരണം എന്റെ അർച്ചനയെ, എന്റെ ബലിപീഠത്തെ നിങ്ങൾ നിസ്സാരം എന്ന് കരുതി. എനിക്കുള്ള പ്രാർത്ഥനയെ, എനിക്കുള്ള ആരാധനയെ നിങ്ങൾ നിസ്സാരം എന്ന് കരുതി. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് കരുതി നന്നായിട്ട് ചെയ്തു. ഇതോ അവഗണിച്ച്, അവഗണനയുടെ അത്യുഗ്രകോടിയിൽ തള്ളി നിങ്ങൾ അതിനെ അവഗണിച്ച് കളഞ്ഞു. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ അനിഷ്ടകരമായ ഒരു ജീവിത രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ ഉണർവോടെ, സന്തോഷത്തോടെ, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി സാധിക്കുന്നിടത്തോളം പാട്ടുകൾ പാടി, സാധിക്കുന്നിടത്തോളം ആവേശത്തോടെ വ്യക്തമായി ഉറക്കെ പാടിയും പ്രാർത്ഥിച്ചും കുടുംബത്തിൽ ഒരു ഉത്സവമായി, ഒരു ആത്മീയ ഉത്സവമായി സന്ധ്യാപ്രാർത്ഥന രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ നീ തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ ദൈവത്തെ, ആ പകൽക്കാലം മുഴുവൻ നിന്നെ അനുഗ്രഹിച്ച ദൈവത്തെ കുടുംബാംഗങ്ങളോട് ഒന്നിച്ചിരുന്ന് പാട്ടുപാടി സന്ധ്യയ്ക്ക് സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവം തന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ സമൃദ്ധമായി ചൊരിയും. ആ ഭവനത്തിൽ ദൈവസാന്നിധ്യം കൂടുതൽ നിറഞ്ഞു നിൽക്കും. ആ ഭവനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോകാതെ നിറഞ്ഞു നിൽക്കും. ആ ഭവനത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ദൈവിക സ്പർശനത്താൽ നിന്റെ ഉള്ളത്തിലെ ദുഃഖവും, നിന്റെ ഉള്ളത്തിലെ വേദനകളും, ഉള്ളത്തിലെ അന്ധകാരങ്ങളും വിട്ടുപോകും. അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവകൃപയും ദൈവിക വിശുദ്ധിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്കും എന്റെ മക്കൾക്കും ഒന്നിച്ചിരുന്ന് രാത്രിക്ക് സന്ധ്യാപ്രാർത്ഥന ചെയ്യണം. ഞാൻ സമയം ലേറ്റായി, ജോലി കഴിഞ്ഞ് 8 മണിക്കാണ് വരണമെങ്കിൽ 8 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സമയം കുളിച്ച് റെഡിയായി നന്നായിരുന്ന് ഉണർവിന്റെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ഞാൻ ജോലി കഴിഞ്ഞ് 10 മണിക്കാണ് വരണതെങ്കിൽ, ഡ്യൂട്ടി കഴിഞ്ഞ് 10 മണിക്കാണ് വരണതെങ്കിൽ 10 മണിക്ക് വന്നിട്ട് കുളിച്ച് റെഡിയായി ഏറ്റവും ഉണർവുള്ള സമയം, ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി മാറ്റിവെക്കും. എനിക്ക് ജോലിക്ക് കഴിഞ്ഞ് 6 മണിക്ക് വരാൻ പറ്റുമെങ്കിൽ സന്ധ്യയ്ക്ക് തന്നെ വീട്ടിൽ മടങ്ങിയെത്തി സന്ധ്യാസമയം, ഉണർവുള്ള സമയം ഞാൻ എന്റെ കുടുംബാംഗങ്ങളോടുകൂടെ ഒന്നിച്ചിരുന്ന് എന്റെ കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, ഞാൻ ആരാധിക്കും, ഞാൻ കുടുംബ പ്രാർത്ഥന ചെയ്യും.
കുടുംബ പ്രാർത്ഥനയുടെ ആത്മാവ്, സന്ധ്യാപ്രാർത്ഥന ആത്മാവ് വിട്ടുപോയ ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അത്യുന്നതമായ കൃപയാൽ ഓരോ കുടുംബത്തിലും പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ, സന്ധ്യാപ്രാർത്ഥന അഭിഷേകം നിറയട്ടെ, കുടുംബ പ്രാർത്ഥന അഭിഷേകം നിറയട്ടെ, കൂട്ടായ്മയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമേ, കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന പുലരുവാൻ തടസ്സമായി നിൽക്കുന്ന കെട്ടുകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോവട്ടെ. കുടുംബങ്ങൾ ഇപ്പോൾ ദൈവകൃപ കൊണ്ട്, പ്രാർത്ഥനയുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ യേശു ക്രിസ്തു സജീവനായും ശക്തിയായും കടന്നു വന്നിരിക്കുന്ന സമയമാണ്. ജീവിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും അനുഗ്രഹമുണ്ട്. ഒരു വ്യക്തി അവരുടെ കുടുംബത്തിൽ യേശു ക്രിസ്തുവിന്റെ അരികിൽ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഒരു കത്തെടുത്ത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 54 വയസ്സ് പ്രായമുള്ള മാർഗ്രറ്റ് ജോസഫ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്റെ കഴുത്തിന്റെ വലതുഭാഗത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു. ഞാനത് പലരെയും കാണിച്ചു. എല്ലാവരും പറഞ്ഞു, വേഗം ഡോക്ടറെ കാണിക്കുക. പോസ്റ്റ് ഓഫീസിൽ ജോലിക്കാരിയായ എനിക്ക് ട്രീറ്റ്മെന്റിന് പോകുവാൻ സമയം കിട്ടാതെ വന്നു. ട്രീറ്റ്മെന്റിന് പോയാൽ ഓപ്പറേഷൻ ചെയ്യും, പിന്നീടും അതിനെ തുടർന്ന് ട്രീറ്റ്മെന്റുകൾ വേണ്ടിവരും. എന്റെ ഉള്ളിൽ ഭയവും അസ്വസ്ഥതകളും ഉണ്ടായി. എങ്കിലും വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ജോലിയിൽ തുടർന്നു. ഷാലോം ടിവിയിൽ ആരാധനയും സ്തുതിപ്പും കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രത്യാശയും വിശ്വാസവും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ മാസത്തിലെ ഫസ്റ്റ് സൺഡേയിൽ അച്ഛൻ നടത്തിയ ധ്യാന പ്രഭാഷണവും ആരാധനയും എന്നെ സ്വാധീനിച്ചു. അച്ഛൻ ആരാധന സമയത്ത് അരുളിക്ക എടുത്ത് ഉയർത്തി യേശുക്രിസ്തുവിന്റെ ആശീർവാദം നൽകിയ സമയത്ത് അസാധാരണമായ രീതിയിൽ ഒരു പ്രകാശഗോളം എന്റെ മേൽ വീശുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാധന കഴിഞ്ഞ് ആ രാത്രിയിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ കഴുത്തിലുള്ള മുഴ കാണുവാനില്ല, അപ്രത്യക്ഷമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് ആ മുഴ എന്റെ കഴുത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആ മുഴ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ യേശുവിനെ വിളിച്ച് ആരാധിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ഈ അരുളിക്കായി എടുത്തുയർത്തി ദൈവജനത്തെ ആശീർവദിക്കുമ്പോൾ വലിയ ശക്തി ഈ അൾത്താരയിൽ നിന്ന് നിങ്ങൾ ഇരിക്കുന്ന കുടുംബത്തിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് വ്യാപരിക്കുക തന്നെ ചെയ്യും. ഇടിമിന്നൽ പോലെ ദൈവശക്തി നിങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരുന്ന സമയമാണിത്. രോഗികൾ ഇപ്പോൾ 2 കരങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്കലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. വിഷമത്തിലിരിക്കുന്നവർ വിഷമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കടബാധ്യതകളോ മനപ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉള്ളവർ ആ സങ്കടങ്ങൾ സമർപ്പിച്ച് യേശുവിനെ വിളിക്കുക. യേശുവിനെ വിളിക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്കും
യേശുക്രിസ്തുവിനെ വിളിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും ഇപ്പോൾ സ്വർഗത്തിന്റെ ശക്തി പ്രസരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ. യേശുവേ, ഞാനിരിക്കുന്ന ഈ മുറിയിലേക്ക് വരണമേ. യേശുവേ, ഇപ്പോൾ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന. വർഷങ്ങളായി സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത, വർഷങ്ങളായി ദൈവാരാധന ഇല്ലാത്ത, വർഷങ്ങളായി വിശ്വാസം പഠിച്ച എന്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ അത്ഭുതകരമായി സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. വിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥനയില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ. കുടുംബ പ്രാർത്ഥനയ്ക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്കും തടസ്സമായി ദുഷ്ടാരൂപി ഉണ്ടായിരിക്കുന്ന എല്ലാ കെണികളെയും തന്ത്രങ്ങളെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഇപ്പോൾ തകർത്ത് നിർവീര്യമാക്കുന്നു. രോഗസൗഖ്യത്തിന് തടസ്സം നിൽക്കുന്ന അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. കുടുംബങ്ങളിൽ അസ്വസ്ഥത, വഴക്ക്, വൈരാഗ്യം, പിണക്കം, യോജിപ്പില്ലായ്മ, അനൈക്യങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. കുടുംബത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു വിടുവിക്കുന്നു. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും തടസ്സങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികളില്ലാത്ത കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ തക്കവിധം കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓരോ മകനും ഓരോ മകളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇതാ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇതാ രോഗികൾക്ക് സൗഖ്യങ്ങൾ ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ മേൽ കർത്താവിന്റെ കൃപ ഇപ്പോൾ ഒഴുകട്ടെ. പഠിക്കാൻ ഭാരമുള്ള, പഠിക്കാൻ പ്രയാസമുള്ള മക്കളുടെ മേൽ ഇപ്പോൾ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മരോഗികൾ, വലിവിന്റെയും ശ്വാസമുട്ടലിന്റെയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. രാത്രിയിൽ ഉറക്കം ലഭിക്കാത്തവർക്ക് കർത്താവിന്റെ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തോത്രം, 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 സ്തോത്രം. തലമുറകളായി പാരമ്പര്യ രോഗങ്ങളുള്ളവരിലേക്ക് കർത്താവിന്റെ ശക്തി കടന്നു വരുന്നു. കൂടോത്രം, മന്ത്രവാദം, ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ വിവിധ സ്വാധീനങ്ങൾ ഇവ നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയുടെ കെട്ടുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു വിടുവിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ മണ്ഡലത്തിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്നവരെ അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിച്ച്, നിരീശ്വരചിന്തയുടെ കെട്ടുകൾ അഴിച്ച് ഇപ്പോൾ വിടുവിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ അത്ഭുത സ്പർശനങ്ങൾ ദൈവമക്കൾക്ക് ഇപ്പോൾ എന്റെ പേര് തോമസ്. ഞാൻ കാസർഗോഡ് ജില്ല താമസിക്കുന്നു. കാഞ്ഞങ്ങാടിനടുത്ത് കോളിച്ചാൽ എന്ന് പറയും. എന്റെ തൊഴില് കോറയാണ്, കരിങ്കല്ല് കോറ. ഞാൻ കർണാടകത്തിലാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ റോഡ് വളരെ മോശമായതുകൊണ്ട് ഈ നടുവിന് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ വേദനയായി, വളരെ വേദനയായി. അങ്ങനെ ഞാൻ കിട്ടിയ പൈസക്ക് കോറ അവിടെ നിന്ന് വിറ്റ് കഴിഞ്ഞിട്ട് വന്ന് 10-40 ദിവസമായി ഈ വേദനയും വെച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക. അങ്ങനെ ഞാനിവിടെ വന്ന് എനിക്ക് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ മുട്ടുകുത്താനോ ഒന്നും പറ്റില്ല. അത് വലിയ വേദനയാണ്. ഞാൻ ഗുളികയും കഴിച്ചോണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാവിലെ അവിടെ ആ സ്റ്റെപ്പിന്റെ മുകളിൽ ഇരുന്ന് ചാടി പാട്ട് പാടിയ സമയത്ത് എന്റെ കാലിൽ നിന്ന് എന്തോ ഊർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു തണുപ്പും കിട്ടി. ഞാൻ ഉച്ചയ്ക്ക് അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ചു, പറഞ്ഞു എനിക്ക് നടുവേദന ഉണ്ട്, ഞാൻ മരുന്നൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു മരുന്നൊന്നും മേടിക്കണ്ട, അത് പൊക്കോളും എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പം സംഗതി പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് വേദനകളിൽ കടന്നു വന്ന് ദൈവമക്കളെ സഹായിക്കുന്നു. ആഹ്ലാദത്തോടെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഏകദിന കൺവെൻഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി
താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ. നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. വചനപ്രഘോഷണം, ദിവ്യബലി, കൗൺസിലിംഗ്, വിടുതൽ ശുശ്രൂഷ, രോഗശാന്തി ആരാധന. ശുശ്രൂഷകൾക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.